നിങ്ങളുടെ മൂന്നാൾക്ക് പോട്ടെ, നിങ്ങൾ വേണ്ട, ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾക്ക് ഇവിടെ സ്ട്രോക്ക് വന്നു, ഒരു അറ്റാക്ക് വന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ അംജോദ് വന്നു, വണ്ടിക്ക് ഒരു മേജർ ആക്സിഡന്റ് വന്നു, എവിടെയൊക്കെ കൊണ്ടുപോകണ്ടേ പറ. ഞാനിപ്പോ വരുന്നത് ഫസ്റ്റ് മാംഗ്ലൂർ ഹോസ്പിറ്റലിലാണ്. വീട്ടിൽ പോകുന്ന വഴിയാണ്. ഫൈസലിന്റെ സുഹൃത്താണ് വിളിച്ചുകൊണ്ട് വഴി വന്നത്. എന്റെ പേര് പ്രകാശ്, ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുന്നത്. 11 ദിവസമായിട്ട് മാംഗ്ലൂർ ഫസ്റ്റ് ICUന്റെ ഫ്രണ്ടിലാണ്. കാസർഗോഡ് നിന്നുള്ള 3 ഡെത്ത് ഞാൻ കണ്ടു. പേര് വേണമെങ്കിൽ പറഞ്ഞുതരാം. പെരിയലുള്ള ജാനകി അമ്മ, അങ്കക്കാരി തിരുവക്കോളിയിലുള്ള മുസ്തഫ, പിന്നെ ഒരാളുടെ പേര് എനിക്കറിയില്ല. എന്റെ അമ്മ ഇപ്പോഴും ICUലാണ്. ഇന്ന് രാവിലെ കിട്ടിയ 2 ലക്ഷം അടക്കം ഞാൻ കിട്ടിയ രൂപ 13,33,000 രൂപ. ഇനി 2 ലക്ഷം കിട്ടാൻ ബാക്കിയുണ്ട്. നിങ്ങളോട് ചോദിക്കണേ, നിങ്ങളുടെ ഒരാൾക്ക്, നിങ്ങളുടെ കുടുംബത്തിൽ ഒരാൾക്ക്, നിങ്ങളുടെ 3 സ്ഥാനാർത്ഥികളുടെ ഒരാൾക്ക് അറ്റാക്കോ സ്ട്രോക്കോ ആക്സിഡന്റോ വന്നു കഴിഞ്ഞാൽ എവിടെ നിങ്ങൾ കൊണ്ടുപോകും? നിങ്ങളുടെ ആരോഗ്യമന്ത്രി ആദ്യമായിട്ട് കാസർഗോഡ് വന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഹസ്ബൻഡിന് ഒരു തലകറക്കം വന്നു, ദേഹാസ്വാസ്ഥം, അറ്റാക്കാണെന്ന് വിചാരിച്ചിട്ട് ജില്ലയിൽ എല്ലാ പരിപാടിയും ക്യാൻസൽ ചെയ്ത് കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് പോയി. കൂടെ ആംബുലൻസ് ഉണ്ട്, പോലീസ് എസ്കോർട്ട് ഉണ്ട്. അതുപോലെയല്ല, ഇവിടുത്തെ സാധാരണക്കാരന് ഒരു ആംബുലൻസ് കിട്ടണമെങ്കിൽ കുറെ സമയം എടുക്കും. ഇവിടുത്തെ സാധാരണക്കാരൻ ആകെ കൊണ്ടുപോവാ. എന്റെ അമ്മയെ ആറാട്ടയുടെ എന്റെ വീട് പാർട്ടി ഗ്രാമ ചോദിച്ചറിയാം. കസ്തൂരി ബാലനുള്ള എന്റെ പെങ്ങളാ അവിടുത്തെ CPM വാർഡ് മെമ്പർ. അവിടുന്ന് പാലക്കുന്ന് അവിടെ രാജഭവൻ ക്ലിനിക്ക് കൊണ്ടുപോയി. അവിടുന്ന്